ഇപ്പൊ നമ്മൾ ഈ ഒരു ഇന്റർവ്യൂല് തന്നെ ഇത് ചോദിക്കുന്ന സമയത്ത് ഇത് കാണുന്ന പല ആൾക്കാരും പറയുന്നത് ഇതൊക്കെ ചുമ്മാതാണ്, എന്താ അസുഖം വന്നു കഴിഞ്ഞാൽ ലോ ഓഫ് അട്രാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങ് മാറുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. എനിക്ക് തോന്നിയിട്ടുള്ളത് പല കാര്യങ്ങളും ഞാനും കണ്ടിട്ടുള്ള കുറെ എക്സാമ്പിൾസിൽ എനിക്ക് തോന്നുന്നത് മനോധൈര്യം തന്നെയാണ്. നമ്മൾ ചിന്തിക്കുന്ന പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ലൈഫിൽ ഇനി എന്ത് സംഭവിക്കണം, എങ്ങനെയാണ് അത് നെഗറ്റീവ് മാറേണ്ടതെന്നൊക്കെ ഉൾക്കൊണ്ടിരിക്കുന്നത്. അതിനകത്തൊരു കാര്യം എന്ന് വെച്ചാല് നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങളും എല്ലാവർക്കും ഉള്ളതല്ല. കാര്യം സയൻസിനെ മാത്രം വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങൾ അതിനെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങള് സയൻസുമായിട്ട് ബന്ധമില്ല എന്ന് പറയാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ചാല് ഇലക്ട്രിസിറ്റി കണ്ടുപിടിക്കുന്നതിന് മുന്നേ വരെ അത് ഇല്ല എന്ന് വിശ്വസിച്ചിരുന്നവരാണ് നമ്മളല്ലേ. അതുപോലെ തന്നെയാണ് ഓരോ കണ്ടുപിടുത്തം. ഇപ്പൊ റീസെന്റ് പുതിയ ഓർഗൻസ് പോലും കണ്ടുപിടിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ ശരിക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം നാളെ ഒരു കാലത്ത് ഇതും കണ്ടുപിടിക്കും. ഈ പറഞ്ഞതിനും സയന്റിഫിക്കലി തന്നെ തെളിവുകളും കാര്യങ്ങളും എല്ലാം കൊണ്ടുവരും. അപ്പൊ ഞാൻ അവിടെ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ എല്ലാവർക്കും ഇത് അക്സെപ്റ്റ് ചെയ്യാനോ ഇത് ഉപയോഗിക്കാനോ പറ്റണമെന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതെന്ന് വെച്ചാൽ എന്റെ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഇത് പ്രാക്ടീസ് ചെയ്യുന്നവർക്കാണെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യാൻ നല്ല റിസൾട്ട് കിട്ടും. അല്ലാത്തവരുടെ കാര്യം നമുക്ക് പറയാൻ കഴിയില്ല. ഒരു 50% ആൾക്കാർ എനിക്ക് തോന്നുന്നു ഇതിൽ വിശ്വസിക്കുന്നവരാണ്. മാം പറഞ്ഞ പോലെ അനുഭവങ്ങളിൽ നിന്ന് കുറച്ച് തിങ്ക് ചെയ്തിട്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇത് എന്തായാലും കാര്യം അത് തുറന്ന മനസ്സോടുകൂടി ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. തീർച്ചയായും നമ്മൾ ഒരു ഭാഗം മാത്രം ചിന്തിച്ചു വെച്ചാൽ അത് തന്നെയാണ് ശരി എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഇതൊന്നും തന്നെ കാര്യമില്ല.